ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് കടക്കേണ്ടതുണ്ട്. ആ വാർത്തയ്ക്ക് ശേഷം തീർച്ചയായും അഭിനയിലേക്ക് തന്നെ വരുന്നതാണ്. അറബിക്കടലിൽ നിന്ന് അപകടകരമായ കാർഗോ കടലിൽ വീണതായി അറിയിപ്പ്. കോസ്റ്റ് ഗാർഡ് KSMDക്ക് വിവരം കൈമാറി. തീരപ്രദേശത്തെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അറിയിപ്പ്. തീരത്ത് കണ്ടെയ്നറുകൾ കണ്ടാൽ പോലീസിനെ വിവരം അറിയിക്കണമെന്നും തീരത്തടിഞ്ഞാൽ പൊതുജനം തുടരുതെന്നും നിർദ്ദേശമുണ്ട്. ദുരന്ത നിവാരണ അതോറിറ്റിയാണ് പൊതുജനത്തിന് മുന്നറിയിപ്പ് നൽകിയത്. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട്. വിഷ്ണു, അറബിക്കടലിൽ നിന്ന് അപകടകരമായ കാർഗോ കടലിൽ വീണതായിട്ടുള്ള അറിയിപ്പ് ലഭിച്ചിരിക്കുന്നു. പൊതുജനങ്ങൾക്ക് ഇത് തുടരുത് എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങൾ. കേരള തീരത്ത് അറബിക്കടലിൽ അപകടകരമായ കാർഗോ അടങ്ങുന്ന കണ്ടെയ്നർ കടലിൽ പോയതായുള്ള ഒരു മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. ജനങ്ങൾക്ക് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ജാഗ്രത നിർദ്ദേശമാണ് ഉണ്ടായിട്ടുള്ളത്. കണ്ടെയ്നർ ശ്രദ്ധയിൽപ്പെട്ടാൽ സമീപത്തേക്ക് പോവുകയോ അതിൽ സ്പർശിക്കരുതയോ അരുതെന്നാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം. ഏതായാലും ചില പ്രദേശങ്ങളിൽ എണ്ണപ്പാട് അടിയാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഈ സൾഫർ അടങ്ങിയ, അതായത് ഗന്ധകം അടങ്ങിയ മറൈൻ ഗ്യാസ് ഓയിലാണ് കടലിൽ പതിച്ചത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഏതായാലും ചില പ്രദേശങ്ങളിൽ ഇതെല്ലാം എണ്ണപ്പാട കണ്ടെത്തിയാൽ ജാഗ്രത പുലർത്താനുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോസ്റ്റ് ഗാർഡിന്റെ അറിയിപ്പിനെ തുടർന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി ഇക്കാര്യം പുറത്തുവിട്ടിട്ടുള്ളത്. ഏതായാലും ഇത്തരത്തിൽ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ പോലീസിനെ അറിയിക്കാനോ വിവരം അറിയിക്കാനോ അല്ലെങ്കിൽ 112 എന്ന നമ്പറിലേക്ക് വിവരങ്ങൾ അറിയിക്കാനുമാണ് നിർദ്ദേശം. ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുമ്പോൾ അതിനടുത്തേക്ക് പോകരുത് എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വളരെ അപകടകരമായ മറൈൻ ഗ്യാസ് ഓയിലാണ് കടലിലേക്ക് പതിച്ചത് എന്നുള്ള ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏതായാലും കേരള തീരത്ത് ഏത് ഭാഗത്താണ് വരുന്നത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. ഏത് കപ്പലിൽ നിന്നാണ് ഇത് നഷ്ടപ്പെട്ടത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. നിരവധി കാര്യങ്ങൾ ഇനി അറിയാനുണ്ട്. പക്ഷേ ഇപ്പോൾ നിലവിൽ ആളുകൾ ഇതിനിടയിലേക്ക് പെട്ടുപോകാതിരിക്കാനും ഇതിനെ കൈകൊണ്ടോ സ്പർശിക്കാനോ അല്ലെങ്കിൽ അടുത്ത് പോകാതിരിക്കാനോ ഉള്ള ജാഗ്രതാ നിർദ്ദേശമാണ് നിലവിൽ നൽകിയിട്ടുള്ളത്. ഇത് എപ്പോഴായിരുന്നു സംഭവം? അറബിക്കടലിൽ നിന്ന് അപകടകരമായ കാർഗോ കടലിൽ വീണതായി അറിയിപ്പ്. കോസ്റ്റ് ഗാർഡ് KSDMക്ക് വിവരം കൈമാറി. തീരപ്രദേശത്ത് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അറിയിപ്പുണ്ട്. തീരത്ത് കണ്ടെയ്നറുകൾ കണ്ടാൽ പോലീസിനെ വിവരം അറിയിക്കണമെന്നും തീരത്തടിഞ്ഞാൽ പൊതുജനം തുടരുത് എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. ദുരന്ത നിവാരണ അതോറിറ്റിയാണ് പൊതുജനത്തിന് മുന്നറിയിപ്പ് നൽകിയത്. കോഴിക്കോട് നഗരം ഇപ്പോൾ വെള്ളക്കെട്ടിലാണ്. ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലെല്ലാം തന്നെ വെള്ളക്കെട്ട് രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. അഭിന പി ചിറക്കലാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നത്. അഭിന, ഈ മാനാഞ്ചിറ അടക്കമുള്ള ഭാഗങ്ങളിൽ, പുതിയ സ്റ്റാൻഡ് അടക്കമുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ വെള്ളക്കെട്ടിന്റെ